മൈക്രോസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് ഇനി പഠിക്കാനുള്ളത്. ഇക്വിലിബ്രിയം കൂളിങ്ങിൽ അതിലൊരു അസംഷൻ ഉണ്ട്. കൂളിംഗ് ഒക്കേഴ്സ് ഓൺലി വെരി സ്ലോ ഇൻ ദ ഫേസ് ഇക്വിലിബ്രിയം ഈസ് കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻഡ്. അതായത് നമ്മുടെ കൂളിംഗ് വെരി സ്ലോ ആയിട്ട് നടക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു അസംഷൻ പോലെ വെക്കണം. ഇതെല്ലാ കണ്ടീഷനിലും പോസിബിൾ അല്ല. സോ അപ്പോൾ തുടക്കത്തിൽ എന്നിട്ട് നമ്മൾ നമ്മുടെ ബൈനറി സിസ്റ്റം വയ്ക്കുക. ബൈനറി സിസ്റ്റം വരച്ചിട്ട് ഒരു ഐസോതേർമ് വരയ്ക്കുക. അപ്പോൾ ഫുള്ള് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും ഇതിൻ്റെ പാരലായിട്ട്. സോ ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നത്. ലിക്വിഡസ് ലൈനെയും സോളിഡ്ലെസ് ലൈനെയും കട്ട് ചെയ്യണ രീതിയിൽ ഒരു സെൻറ്ററിൽ കൂടെ ഒരു പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് 5 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. ഇത് എ, അത് ലിക്വിഡ് ഫേസിൽ ഫുള്ളായിട്ട്. പിന്നെ ഇത് ലിക്വിഡസ് ലൈനിൽ വരണ രീതിയിൽ രണ്ടാമത്തെ പോയിന്റ് ബി. പിന്നെ സോളിഡും ലിക്വിഡും കൂടി, അതായത് ആൽഫ പ്ലസ് എൽ എന്ന സ്റ്റേറ്റിൽ ഈ സി വയ്ക്കുക അടുത്ത പോയിന്റ്. പിന്നെ സോളിഡസ് ലൈനിൽ ഡി. ഓക്കെ, പിന്നെ അടുത്തത് സോളിഡിൽ, അതായത് ആൽഫ ഫേസിൽ ഉള്ള ഇ. പിന്നെ ഇനി നമ്മൾ എങ്ങനെ കണ്ടീഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരച്ചിട്ട് അറ്റ് ദിസ് പോയിന്റ് ആൽഫ ബിഗിൻസ് ടു ഫോം, അറ്റ് ഫസ്റ്റ് സോളിഡ് ബിഗിൻസ് ടു ഫോം. അപ്പോൾ പിന്നെ നമ്മൾ അറ്റ് പോയിന്റ് ഇത് ടെമ്പറേച്ചർ 1300 നിൽക്കണേ. ടെമ്പറേച്ചർ 1300 നിൽക്കണേ. അപ്പോൾ ഇത് ലിക്വിഡസ് ഫേസ് ആയതുകൊണ്ട് ഫുള്ള് ലിക്വിഡാണ്. അപ്പോൾ നമ്മുടെ നിക്കലിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടിയിൽ കോമ്പോസിഷൻ കൊടുത്തത്. 8% ഓഫ് നിക്കലാണ്. സോ ഇവിടെ നമുക്ക് കാണാം 35 നിക്കലാണ്, കാരണം കറക്റ്റ് കോമ്പോസിഷനിലേക്കാണ് അത് പോണേ എക്സ് ആക്സിസിൽ. സോ അത് 35 നിക്കലാണ്. പിന്നെ രണ്ടാമതിൽ ലിക്വിഡസ് ലൈനിൽ വരുന്ന പോയിൻ്റായ ബിയിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മളൊരു ടൈ ലൈൻ വെച്ചിട്ട് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സോളിഡസ് ലൈനിലേക്ക് വരും. അപ്പോൾ അത് 46ലേക്കാണ് പോകണത്. ഇത് നേരെ താഴേക്ക് വന്ന 46. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അലോയിൽ ലിക്വിഡ് ഫേസിലുള്ളത് 35% നിക്കലും സോളിഡായിട്ടുള്ള ഫേസിലുള്ളത് നമ്മുടെ 46 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലുമാണ്. അതും കുറച്ചുകൂടി താഴേക്ക് കൂളിംഗ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ടെമ്പറേച്ചർ ഇവിടെ 1300 ഇപ്പോൾ 1200 1250 ആ ഒരു റേഞ്ചിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിയിൽ വെച്ചു. അപ്പോൾ അത് ഏകദേശം സെൻട്രലിലാണ്. അത് ആൽഫ പ്ലസ് ലിക്വിഡ് കണ്ടീഷൻ്റെ സെൻട്രലിലാണ്. അപ്പോൾ പിന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 എക്സ്ട്രീം ഉണ്ട്. സോ ഒരെണ്ണം ലിക്വിഡസ് ലൈനിലേക്കും ഒരെണ്ണം സോളിഡസ് ലൈനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ലിക്വിഡസ് ലൈനിൽ നമുക്ക് കിട്ടും ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ച ഏകദേശം 29 ആ റേഞ്ചിലാണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം എന്താ പറയുക, 30 ലിക്വിഡ് ഫേസിലുള്ള നിക്കല് 39 വെയിറ്റ് പെർസെൻറ്റേജും സോളിഡ് സ്റ്റേറ്റിലുള്ള നിക്കല് 40 വെയിറ്റ് പെർസെൻറ്റേജും. ഇങ്ങനെ മൈക്രോസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതാണ് മൈക്രോസ്ട്രക്ചറിൻ്റെ ഒരു നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ സെമ്മിലൂടെ ടെമ്മിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഒരു രീതി. ലിക്വിഡൊന്നും എടുത്താൽ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തത് സോളിഡസ് ലൈനിലുള്ള പോയിൻ്റാണ് ഡി. അപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് സോളിഡസ് ലൈൻ. ഈ പോയിൻ്റ് നോണാണ്. സോ ഇവിടേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ലിക്വിഡസ് ലൈനിൽ പോയി മുട്ടും. അപ്പോൾ ലിക്വിഡസ് ലൈനിൽ നിന്ന് നേരെ താഴേക്ക് വരുമ്പോൾ ഈ 20ൻ്റെയും 30ൻ്റെ ഇടയിലാണ്. സോ നമുക്ക് ഒരു ഏകദേശം 25-24 ആ റേഞ്ച്. അപ്പോൾ 24 ഇവിടെ എടുത്തേക്കണം. അപ്പോൾ ലിക്വിഡസ് ലൈനിൽ അല്ലെങ്കിൽ ഈ ഡി പോയിൻ്റ് ഡിയിലുള്ള നിക്കലിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നിക്കല് സോളിഡായിട്ടുള്ള നിക്കല് 35 വെയിറ്റ് പെർസെൻറ്റേജും ലിക്വിഡായിട്ടുള്ള നിക്കല് 24 വെയിറ്റ് പെർസെൻറ്റേജാണ്. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ അതായത് സോളിഡ് ഫേസിലുള്ള പോയിൻ്റായി ഇക്ക് വരുമ്പോൾ അതിൻ്റെ വാല്യൂ 35 ആണ് ഫുള്ളായിട്ട്. ഇവിടേക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സോളിഡ്സ് ഇതന്നെ സെയിം സാധനം. ഇതൊരു എക്സാമ്പിളായിട്ടാണ് ഇത് മൈക്രോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോളിഡ് നിക്കൽ വെച്ചിട്ട് ഒരു അടിപൊളി സാധനമായിട്ട് അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.